ക്രിയേറ്റീവ് ചെയ്യും. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഫുൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു കഥകളിയുടെ ഹെഡ് പോർഷനാണ്. സോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതേപോലെ ഹാഫായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ഹാഫിൽ ആ ഒരു ഫേസ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓൾഡ് വർക്കാണ് കേട്ടോ. ഒരു 1.5 or 2 years മുമ്പൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആൻഡ് ഇപ്പം ഞാൻ ഈ ഒരു ബോട്ടിലിൻ്റെ പുറത്തേക്ക് സാധാരണ നമ്മുടെ പഴയ നോട്ട്ബുക്കിൻ്റെയൊക്കെ പേപ്പറില്ലേ, അതാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഗ്ലൂവും വാട്ടറും വെച്ചിട്ട് നമ്മൾ സാധാരണ ടിഷ്യൂ പേപ്പറൊക്കെ അപ്ലൈ ചെയ്യണ പോലെ ഒട്ടിച്ച് എടുത്തിരിക്കുകയാണ്. ഇനി അതേപോലെ നമ്മൾ പ്ലാസ്റ്റിക് ലിഡ് എടുത്തിട്ട് അതിൻ്റെ പുറത്തും ഇതേപോലെ ഗ്ലൂവും വാട്ടർ വെച്ചിട്ട് ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. പേപ്പർ സാധാരണ പേപ്പർ തന്നെയാണ്, അത് ചുറ്റിയെടുത്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ കിരീടത്തിൻ്റെ പുറകിൽ വെക്കാനുള്ള ഒരു വലിയൊരു ലിഡിലും ഇതേപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ടോട്ടൽ 5 പീസ് അതുപോലെ വേണം. അത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഫേസിൽ ആ ഒരു പേപ്പർ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ക്ലേ കോൾ പോർസലീനാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കോൾ പോർസലീൻ സാധാരണ ചെറിയതിനല്ലേ, കാരണം ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ വലിയ വർക്ക്സ് അങ്ങനെ ചെയ്യാറില്ലല്ലോ, ഞാൻ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇതൊരു സെക്കൻഡ് ഹാൻഡ് കോൾ പോർസലീൻ എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ഒരിക്കലും ഞാനിതുപോലെ കോൾ പോർസലീൻ ഉണ്ടാക്കിയ സമയത്ത് കുറച്ചൊന്ന് ഉണങ്ങിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഹോട്ട് വാട്ടർ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ അത് വീണ്ടും നമ്മളുടെ ഒരു ക്ലേ കൺസിസ്റ്റൻസിലേക്ക് വരും. അതായത് നമുക്ക് നമ്മുടെ ക്ലേ ആയിട്ട് ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും, പഴയ കൺസിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അത് ഞാനിവിടെ നിങ്ങളോട് പറയുന്നില്ല അങ്ങനെ ചെയ്യണം എന്ന്. കാരണം അങ്ങനെ ചെയ്തെടുക്കുന്ന ക്ലേക്ക് സ്ട്രെങ്ത്ത് കുറച്ച് കുറവായിരിക്കും, പഴയ ക്ലേയുടെ ആ ഒരു സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല. അപ്പോൾ ഉണങ്ങിപ്പോയ ക്ലേക്ക് ഏകദേശം ഒരു ലൈറ്റ് ഗ്രീൻ കളറായിരുന്നു. അതുകൊണ്ടാണ് ക്ലേയുടെ കളറും ഇതുപോലെ ലൈറ്റ് ഗ്രീൻ ആയിട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു റിക്കവറിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങളോട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ റിക്കവർ ചെയ്തെടുക്കുന്ന ക്ലേക്ക് സ്ട്രെങ്ത്ത് വളരെ കുറവായിരിക്കും. പിന്നെ അത് ഇതുപോലെ ബേസ് മെറ്റീരിയലിനോ ആയിട്ടോ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. നിങ്ങളതിലിങ്ങനെ ഡ്രൈ ആയിപ്പോയ ക്ലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരുപാട് നല്ല ഒരു വർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ക്രാക്കിംഗ് ഒക്കെ കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതുപോലെ റിക്കവർ ചെയ്തെടുത്തകളേക്ക്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പം ഞാൻ ആ ഒരു ഫേസൊക്കെ സ്കൾപ്റ്റ് ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. ഈ ഒരു പച്ച വേഷത്തിൻ്റെയൊക്കെ ഒരു താടിയുടെ താഴ്ഭാഗത്തായിട്ടൊരു വൈറ്റ് കളറിലുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് എൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അത് നമുക്കൊരു കട്ടി കുറഞ്ഞിട്ടുള്ള കാർഡ്ബോർഡിൽ വൈറ്റ് പേപ്പർ ഒട്ടിച്ചിട്ട് ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ആ ഷേപ്പിൽ. ഇനി നമുക്ക് ഈ ഒരു കിരീടത്തിൻ്റെ ഭാഗത്തിനൊക്കെ ഗോൾഡ് കളർ പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്ലാഷ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ അക്രിലിക് കളറാണ്. അപ്പോൾ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നല്ല ഒരു കളറാണ്. ആ ഒരു ഗോൾഡ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതാണ് ഒട്ടിച്ചിരിക്കുന്നത്. ആ ഒരു കിരീടത്തിൻ്റെ മുകളിൽ, ആ ഒരു കുപ്പിയുടെ ഭാഗത്തിൻ്റെ മുകളിൽ ഞാൻ ഒരു ലിഡ് വെച്ചിട്ടുണ്ട്. പിന്നെ പേപ്പർ, ക്യൂലിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ജിമിക്കി പോലെ ഒന്ന് ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൾഡ് വർക്ക് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ല ഇത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ ഞാൻ ചെയ്തത് എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ആ ഒരു ഫേസിൻ്റെ ഭാഗം മാത്രം നമ്മൾ ക്ലേ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളൂ. ആ ക്ലേ പോലും സത്യം പറഞ്ഞാൽ വേസ്റ്റായിട്ട് വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് ഇനി നമുക്ക് പച്ച കളർ അടിക്കാം ഫേസിന്. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് പച്ച വേഷമാണ്. പക്ഷേ ഇതൊരു ഈസി വേ ഓഫ് മേക്കിംഗ് കഥകളി ഫേസാണ് കേട്ടോ. അതിൻ്റെ ഒരു ലക്ഷണമൊത്ത അല്ലെങ്കിൽ സയൻറ്റിഫിക് രീതിയിലൊന്നുമുള്ള ആ ഒരു ഫേസോ അല്ലെങ്കിൽ കിരീടമോ ഒന്നും അല്ല ഇതിൽ. ഇത് സാധാരണഗതിയിൽ നമ്മൾ ഈസി വേ, നമ്മളൊരു അതിലേക്ക് കഥകളെക്കുറിച്ച് കൂടുതലായിട്ട് ആഴ്ന്ന് നോക്കാതെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിക്കാതെ ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. നമുക്ക് നല്ല ഡീറ്റെയിൽഡായിട്ട് നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ട് ഒരു ലക്ഷണം ഒത്തിട്ടുള്ള ഒരു ഫേസ് ഇതുപോലെ പിന്നീട് ചെയ്യാം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യണം എന്ന്. അപ്പോൾ നിങ്ങളിതൊരു ഈസി വേ ഓഫ് മേക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി കേട്ടോ.
അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത് സ്കൾപ്റ്റ് ചെയ്തൊക്കെ എടുക്കാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ് കഥകളിയുടെ ഫേസൊക്കെ. നമ്മൾ വീട്ടിലൊക്കെ പണ്ട് കാലം തൊട്ടേ ഈ ഒരു വോൾ ഡെക്കറായിട്ടൊക്കെ കാണാമല്ലോ. ആൻഡ് ലിപ്സൊക്കെ ഞാൻ റെഡ് വെച്ചിട്ടാണ് പെയിൻറ് ചെയ്യണത്. ഫുൾ ആൻഡ് ഫുൾ പെയിൻറ്റിങ് എല്ലാം നമ്മൾ അക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു വീണ്ടും റിക്കവർ ചെയ്തെടുക്കുന്ന ക്ലേ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 കോട്ടൊക്കെ നമ്മൾ സ്കൾപ്റ്റ് ചെയ്യേണ്ടി വരും. എവിടെയെങ്കിലുമൊക്കെ ക്രാക്കിംഗ് ഒക്കെ വരും. സാധാരണ അതിൽ പോർസലൈൻ നല്ല രീതിയിലാണ്, നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരിക്കലും ക്രാക്കിംഗ് വരാൻ സാധ്യത കുറവാണ്. പക്ഷേ നമ്മൾ ഇതേപോലെ ഒന്ന് വീണ്ടും വെള്ളം ഒഴിച്ചിട്ടൊക്കെ ചൂടാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കുറഞ്ഞു പോവും. അപ്പോൾ ക്രാക്കിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണങ്ങിയ ക്ലേ ഉണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് അലിച്ചെടുത്തിട്ട് ആ ഒരു ബാറ്റർ നമുക്ക് കിട്ടും. അതൊന്ന് ചൂടാക്കി എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ പെയിൻറ്റിങ് ഏകദേശം ഫേസിൻ്റെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു താഴ്ഭാഗത്തുള്ള ആ ഒരു വൈറ്റ് കളറ് പോർഷൻ ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അതും ഒന്നുകൂടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കിരീടത്തിൻ്റെ മുകളിൽ ഇതുപോലെ സീക്വൻസും സ്റ്റോൺസും ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതുപോലത്തെ പോർഷൻ ഉണ്ടല്ലോ കിരീടത്തിൻ്റെ, അതിലും ഇതുപോലെ സീക്വൻസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു എല്ലാ ഡീറ്റെയിലുമുള്ള ഒരു കിരീടമൊന്നും അല്ല നമ്മൾ ചെയ്യണേ. ഈസി മെത്തേഡാണ്. ഇനി നമുക്ക് ഈ ഒരു ചിന്നിൻ്റെ പോർഷൻ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഫെവിക്കോൾ തന്നെ മതിയാവും, പേപ്പറല്ലേ. ഇനി നമുക്ക് കണ്ണ് വരച്ചു കൊടുക്കാം. അപ്പോൾ കണ്ണ് സാധാരണ നമ്മൾ ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ണ് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കിരീടത്തിൻ്റെ പോർഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ ഈ ഒരു പോർഷൻസ് എല്ലാം നമ്മളിതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഹെയറിൻ്റെ ആ ഒരു പോർഷൻ വെച്ച് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഇത് പഴയ ഓഡിയോ കാസറ്റിൻ്റെ ഒരു ഫിലിമാണ് കേട്ടോ. ഇനി അത് ഞാനിവിടെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്ക് സൈഡിലൊന്നും നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിത് ഒരു വോൾ ഹാങ്ങിങ് പോലെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇപ്പം നമ്മുടെ ക്രിയേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈസി കഥകളി മേക്കിംഗ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത്. എനിക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട്, ഓരോ സപ്പോർട്ടും വളരെയധികം വിലപ്പെട്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ആൻഡ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു മെർമെയ്ഡ്സ്. അപ്പോൾ മത്സ്യകന്യക അല്ലെങ്കിൽ മെർമെയ്ഡ്സിനെ കുറിച്ച് നിങ്ങളെ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. അല്ലാതെ കുറച്ച് ഫാൻറ്റസി തോട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും, ക്രിയേറ്റീവ് തോട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് പല തരത്തിലുള്ള ക്രിയേറ്റീവായിട്ട് ഞാനൊരു മെർമെയ്ഡായി എങ്ങനെ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള കോമെൻറ്റ്സ് നിങ്ങൾ ആ ഒരു പോസ്റ്റിൽ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ ഞാൻ തിങ്കളാഴ്ച ഇടുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിന് താഴെ വരുന്ന കമൻസിൽ ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമൻസ് ഞാൻ ആ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് വിസിറ്റ് ദ കമ്മ്യൂണിറ്റി ടാബ് ആൻഡ് കമൻറ്റ് യുവർ ക്രിയേറ്റീവ് തോട്ട്സ്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.